ഗായ്സ് നമ്മളിന്ന് മുത്തപ്പങ്കാവ് പോവാണ്. അതെ ഗൈസ്, ഞങ്ങൾ മുത്തപ്പങ്കാവ് പോവാണ്. രാവിലെ 3:10 ട്രെയിനാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ 1:30 ആകുമ്പോഴത്തേക്കിനും വേഗം മാറ്റി പണിയൊക്കെ കഴിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ മഴയും കൂടിയല്ലേ, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴയായിരുന്നു കോഴിക്കോടിൽ. അങ്ങനെ എന്തായാലും ഞങ്ങൾ പോകാൻ റെഡിയായി. അമ്മ എന്നോട് പറയായിരുന്നു, നീ നിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ ടവലൊക്കെ എടുത്ത് കീശയിലൊക്കെ ഇട്ട് എല്ലാവരും റെഡി ആയിരിക്കുകയാണ്, പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാറ്റി ഇറങ്ങുമ്പോഴത്തേക്കിനും ഒരു 2:30 2:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മാറ്റി ഇറങ്ങണ്ടേ. ഞാനും അച്ഛനും അമ്മയും അനിയനും പാപ്പനും കൂടി ആട്ടോ പോകുന്നത്. ഞങ്ങൾ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോയിരിക്കുന്നത്. അവിടെ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടോ. അപ്പോൾ ബാവൂസ് കളിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ രാവിലെ തന്നെ. അപ്പം അച്ഛൻ പറഞ്ഞു, നീ മാറ്റാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മാറ്റി ഇറങ്ങാൻ പോവാട്ടോ. അതാ ഞാനും അനിയനും അതേപോലെ അമ്മയും അച്ഛനും പാപ്പനൊക്കെ റെഡിയായി. അപ്പോൾ അതുകൊണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ കല്ലായൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയും, കണ്ണിലേക്ക് വെള്ളം അടിച്ചിട്ടാണെങ്കിലും തീരെ വണ്ടിയിൽ പോകാനും കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോയി കോഴിക്കോട് എത്തിയപ്പം ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. അപ്പോൾ അതാ ഇവനെന്തൊക്കെ കോമഡി പറയണം. ഇവൻ പിന്നെ ബ്രിക്ക് ഗെയിമൊക്കെ കളിക്കും. അപ്പോൾ പറയാം, ഇതിൻ്റെ ബാറ്ററി ഇഴി വെക്കണം എന്ന് പറയാം. അപ്പം അച്ഛൻ ചോദിച്ചു, നീ എന്താ ബാറ്ററി ഇഴി വെക്കുന്നത്, അല്ലെങ്കിൽ ഇത് താനേ ഓണാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോവാണ് കേട്ടോ. പാപ്പൻ വേറെ എവിടെയോ സീറ്റിൽ പോയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പാപ്പനെ കാണാത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കയറിയിരുന്ന് റെഡിയായി. ഇപ്പോൾ സുഖമായി കയറിയപ്പോൾ തന്നെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങായിരുന്നു. ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞാൻ ഇവരോട് നല്ല പോസ്റ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഗോസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞിട്ട് അമ്മ അപ്പം ഫോണും കണ്ടിരിക്കുകയാണ്. അച്ഛനതാ ചോദിച്ചാൽ കുറേ ഇടാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഓരേ പറഞ്ഞു, അപ്പോൾ ഹൗസ് പറഞ്ഞു, ഇതാണ് എൻ്റെ ഫോൺ, ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാണ്. അതുകൊണ്ട് ഞാനും അനിയനും കൂടെ കുറച്ച് നേരം ഒന്ന് ഞങ്ങൾ ഫോണിൽ കളിച്ചിരുന്നു കേട്ടോ. കാരണം വെറുതെ ബോറടിച്ചിരിക്കുകയാണല്ലോ. ടൈമിലിട്ടിട്ട് ഒക്കെ ഉറങ്ങിയൊക്കെ എണീച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഉറക്കമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴൊന്നുമല്ല കേട്ടോ ഉറക്കം വന്ന്, വരുമ്പോഴാണ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഉറക്കം വന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂരെത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം എക്സിറ്റിലേക്ക് നടക്കുകയാണ് കേട്ടോ. കുറച്ച് നടന്നു കഴിഞ്ഞപ്പം എക്സിറ്റ് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. സോ എക്സിറ്റിൽ നിന്നൊക്കെ നടന്ന് ഞങ്ങൾ ഓട്ടോ കയറി പറശ്ശിനിക്കട മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലെത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതിന് മുന്നേ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടെ കേട്ടോ. ഞാൻ ചെറുതാകുമ്പം എന്നെ ചോറൂണിന് കൊണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. അങ്ങനെ എല്ലാവരും മുത്തപ്പനെയൊക്കെ നന്നായി കണ്ടു തൊഴുതിട്ട് നല്ല ദർശനം കിട്ടിയിരുന്നേ. കാരണം ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. പറയുമ്പോൾ ഞായറാഴ്ചയാണ്, പക്ഷേ മഴ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ അങ്ങനെ പുഴയിലേക്ക് പോയിട്ടോ. മുത്തപ്പങ്കാവിൽ മുൻപിലായിട്ട് പുഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയത് ബാക്ക് സൈഡിലൂടെ ആയിരുന്നേ. അപ്പം അങ്ങനെ പുഴയിലേക്ക് പോയപ്പോൾ പുഴ നന്നായിട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നേ. ബാതിപ്പടിക്ക് വരെ പുഴ എത്തിയതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. അപ്പം അവർ കയറ് അവിടെ വരെ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനങ്ങ് അങ്ങോട്ടേക്ക് സൈഡിലേക്ക് മാറി നിന്നപ്പോഴത്തേക്കിനും അവിടെ അങ്ങ് അടച്ചു. അവർ പറഞ്ഞു, ഇവിടെ അടയ്ക്കുകയാണ്, ഇനി അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അത്രയും ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിൽ. പല സാധനങ്ങളും ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറയാണ് അവിടേക്ക് ഇറങ്ങണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും അപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഞാൻ നല്ല കുറച്ച് കാലൊക്കെ നനച്ചു കേട്ടോ. അങ്ങനെ ആയിട്ട് ഹൗസിനാണെങ്കിൽ ഇറങ്ങാൻ നല്ല പൊതിയുണ്ട്, പക്ഷേ ഇറങ്ങാൻ കഴിയില്ലല്ലോ. ഞങ്ങളെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് വന്നുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും പോകാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ദർശനമൊക്കെ കിട്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഹൗസ് പറഞ്ഞു, എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വെച്ചു അവൻ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് അവനും പർച്ചേസ് ചെയ്യാൻ കയറി, ഞാനും പർച്ചേസ് ചെയ്യാൻ കയറി. എനിക്ക് പറ്റിയ കുറേ ഫാൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സും അതേപോലെ തന്നെ കമ്മലൊക്കെ നോക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഓരോ സാധനങ്ങൾ നോക്കുമ്പോൾ അച്ഛൻ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ കാര്യമായിട്ട് നോക്കണം. ഞാൻ കുറച്ച് കമ്പിളിങ്ങനെ നോക്കുന്നുണ്ട്. നല്ലത് കിട്ടിയാൽ എടുക്കാതെ വെച്ചിട്ട് വാവൂസും ഞാനൊക്കെ കൺഫ്യൂഷനിൽ ഏതെടുക്കണം എന്നുള്ളത്. ഫ്രീ ടിക്കറ്റ് ഗൈസ്, ഫ്രീ ടിക്കറ്റ്, പ്രിയദർശൻ ഫ്രീ ടിക്കറ്റ്.
പ്രിയദർശിനി ഫുള്ള് ഒരു ഫുള്ള് കാര്യം. കണ്ണൂര് പ്രിയദർശിനി കാര്യമാണ്, വേണ്ടവർ വേഗം വരിക. അതെ ഗൈസ്, കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ പരളശ്ശേരിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ചേ പോകാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അവിടെ നിന്ന് കൂത്തുപറമ്പ് ബസ് കയറണേ. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ ബസ്സൊക്കെ ഭയങ്കര ഒഴിവായിരുന്നേ. അതും പ്രിയദർശിനിയാണ്. എനിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ ഫ്രീ ടിക്കറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരളശ്ശേരി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. മഴയൊക്കെ അത്യാവശ്യം ചാറുന്നുണ്ടായിരുന്നു, ജസ്റ്റ് പൊടിയുന്നുണ്ടായിരുന്നുള്ളൂ, അത്ര മഴയില്ല. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു വേഗം കയറാം വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വേഗം കയറി. അവിടെയും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെയും തൊഴുതാൻ പറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അടിപൊളി കുളമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കുളം കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനും പറഞ്ഞു, അച്ഛാ നോക്കിക്ക് നല്ല ഭംഗിയുള്ള കുളമാണ്, നമുക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസിനും ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. എന്നിട്ട് ആ കുളത്തിലാണെങ്കിൽ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ അവിടുത്തെ വ്യൂ കാണാൻ. കണ്ടോ, മീനുകളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ മീനുകൾക്കൊന്നും. അവിടെ പുറത്ത് ഇൻസ്ട്രക്ഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഭക്ഷണ വസ്തുക്കളൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് കേട്ടോ. എന്നിട്ട് അപ്പോഴും ഏകദേശം ചാറുന്നുണ്ടായിരുന്നേ മഴ, നല്ലോണം പെയ്യുന്നില്ലെങ്കിലും ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളം, മഴയും കൂടിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇങ്ങനെ പുറകെ ഇറങ്ങാൻ തുടങ്ങി. ഞാനും പാപ്പൻ ഇറങ്ങിയതിന് ശേഷം അച്ഛൻ ഇറങ്ങി, പിന്നെ അമ്മ ഇറങ്ങി, അനിയൻ ഇറങ്ങി, എല്ലാവരും ഇറങ്ങി കേട്ടോ. പിന്നെ മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നേ, പക്ഷേ സാരമില്ല, ഞങ്ങൾ എനിക്ക് ഇറങ്ങി. അങ്ങനെ അച്ഛൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ കുറേ നേരം ഇങ്ങനെ കാല് നനച്ചിങ്ങനെ കളിച്ചിങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ആവൂസ് തള്ളിയിടാൻ നോക്കി. അപ്പോൾ അച്ഛൻ അങ്ങനെ തള്ളിയിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്നൊരു വലിയ മീൻ വന്ന് അച്ഛനോട്ട് കടിച്ചിട്ടോ. അച്ഛൻ പേടിച്ച് പോയി ഗൈസ്. അതപ്പോൾ നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെ അച്ഛൻ പേടിച്ച് പോയിട്ട് അച്ഛൻ ചമ്മിക്കറിയാണ്. ഞങ്ങൾ പറയുന്നത് ഞാനച്ഛാ ഈ ഒരു മീൻ കടിച്ചതിന് പേടിക്കാറുള്ളത്. അച്ഛൻ പറഞ്ഞാൽ വലിയ മീനാണെന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് പെരളശ്ശേരിയുടെ അടുത്ത് തന്നെയായിട്ട് ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നേ. ഞങ്ങൾ അവിടെയും കയറിയിട്ടാണ് തിരിച്ചിറങ്ങിയത് കേട്ടോ. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ലേറ്റായി, പക്ഷേ സാരമില്ല, ഒരു 10:50 കൂടിയൊക്കെ ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കോഴിക്കോടിലേക്ക് പോയി. 11:55 ട്രെയിനിനാട്ടോ പോയത്. സോ അടുത്ത വീഡിയോ കാണുന്ന വെച്ചാൽ ബൈ ബൈ, സീ യു.